നിന്നെ കാണാൻ വേണ്ടി കനക ഞാനാ സാബു എടാ നീ എവിടെടാ? ഞാന് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചടാ. നേരത്തെ പറയണ്ടായിരുന്നു. പറഞ്ഞില്ലായിരുന്നു നീ? അതൊന്നും ചോദിക്കാനും പറയാനുള്ള അവസരം കിട്ടിയില്ല. ആ നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടായിരുന്നു, ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചപ്പോ. നിന്നെ അന്വേഷിച്ച് ഞാനും ക്ലീറ്റൊക്കെ ഒരുപാട് നടന്നു. വരുന്നില്ല, കുറച്ച് തിരക്കായിരുന്നു. നിന്റെ നമ്പർ ഇല്ല, നീ എവിടെയാണെന്ന് അറിയാൻ പോയാ? നീ എങ്ങനെ കുടുംബം? ആ മനസ്സിലായിരിക്കും. ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നടാ, ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇതുപോലെ. നിങ്ങളോട് പഠിച്ചാണ് അതിന് ആളും ഭയങ്കര ലെവലാണ് കേട്ടോ, ഒരു വിവരമില്ല. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയണ്ട. ഞാൻ മാറാം, സംസാരിക്കും. അളി എൻ്റെ കുഞ്ഞ് സുഖമില്ല, ഹോസ്പിറ്റലാണ്. ഇന്ന് തന്നെ അവൾക്ക് വേണ്ടി കുറച്ച് കാശ് അടയ്ക്കണം, ഒരു ഓപ്പറേഷനാണ്. എനിക്ക് 2 ദിവസത്തിന് കാശ് കിട്ടും. പക്ഷെ ഇന്ന് തന്നെ ഡോക്ടർ പറഞ്ഞേക്കാണ് കാശ് അടയ്ക്കാൻ. നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഇന്നല്ലേ നീ വിഷമിക്കില്ലടാ, നീ വിഷമിക്കില്ലേ? ഒരു മിനിറ്റ്. എന്താ പൈസ പറയാനല്ലേ? അളി നിനക്ക് ശമ്പളം കിട്ടുമ്പോഴേ എനിക്ക് കിട്ടണത്. KCB എൻ്റെ വാപ്പാരെയൊന്നുമല്ല എനിക്ക് നേരത്തെ തരാം. അതല്ല എന്നാ ഒന്നാമത് ആളൊരു അഭിമാനം, ഒട്ടും കയ്യിൽ പൈസ കാണില്ല. ഞാൻ വരില്ല എന്നെ കാണാൻ. പുള്ളിയോ? പുള്ളിയുടെ മോള് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. പഠിച്ചോന്നേ അല്ലോ ഉണ്ടെങ്കിൽ ഞാൻ തന്നു. അല്ല പിന്നെ ക്ലീറ്റോട് കുറച്ച് പൈസ എൻ്റെ എടുക്കാം. കുറേ ക്ലീറ്റ് നിന്റെ ചിലവല്ലേ താമസിക്കണം. കുറേ തിരിച്ചു തരും. പിന്നെ ചേട്ടാ അങ്ങനെ ഒരാളല്ല, 2 ദിവസം പൈസ തരും. പിന്നെ കൂടും, ഇന്നത്തെ ആവശ്യമല്ലേ? കൂടു നീ അവൻ്റെ ചോദിക്കാൻ വേണ്ട. അവൻ ചോദിക്കുമ്പോൾ കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കും. എന്നാലും നിന്റെ പോക്കറ്റിൽ നിന്ന് അവൻ എടുക്കും. ഒരു കൂട്ടുകാരെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ? നീ വന്നല്ലോ എന്നെ കാണാൻ, അത് മതി എനിക്ക്. ഇന്ന് തന്നെ അടയ്ക്കണം. അടയ്ക്കാന്ന് നീ വാ. ഞാൻ ATM വരെ ഒന്ന് പോയിട്ട് പോണേ. ശരി കാണാം. നീ വന്നിട്ടും കാര്യമൊന്നുമില്ല. കാറ്റും മഴയൊന്നും ഇല്ലല്ലോ.